പക്ഷെ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞ ഗാസയെ സപ്പോർട്ട് ചെയ്ത് പല ആൾക്കാരുമുണ്ട്. ഗാസ സംഭവം ഒരാൾ പോലും അതിനെപ്പറ്റി മിണ്ടുന്നില്ല, ഇറാനെ പറ്റി മിണ്ടുന്നില്ല. അത്ര ഏറ്റവും ക്രൂരത കാണിച്ചിരിക്കുന്ന ഇറാനില് അതിനെപ്പറ്റി മിണ്ടുന്നില്ല. ചില പെൺകുട്ടികളുടെയൊക്കെ തലയ്ക്ക് പുറകിൽ, അതായത് അടുത്ത് ഷൂട്ട് ചെയ്യുക, കൊല്ലുക, അതിനെപ്പറ്റി ആരും മിണ്ടുന്നില്ല. അതാണ് തമാശ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അറബ് രാജ്യങ്ങൾ വളരെ സൈലന്റ് ആയത് ഇറാൻ വിഷയത്തിൽ? ആ രാജ്യങ്ങൾക്കെതിരെ വാറ് ചെയ്യാനും യുദ്ധം ചെയ്യുവാനും വെപ്പൺസും പ്രോക്സീസിനെ തയ്യാറാക്കിയത് ഇറാനിയൻ ഭരണകൂടമാണ്, ഷിയ സുന്നി ഇഷി. അങ്ങനെ ഉണ്ടായി വന്നതാണ് ഈ പറയുന്ന യമനിലെ ഹൂത്തികൾ. നിങ്ങൾക്കറിയാം, സൗദി അറേബ്യ എൻഗേജ്ഡ് ആയിപ്പോയി, UAE എൻഗേജ്ഡ് ആയിപ്പോയി, എത്രയോ പേര് കൊല്ലപ്പെട്ടു. രണ്ട് കൂട്ടരെ പട്ടാളം അവിടെ പോയി, ഫെയിലിയറായിട്ട് തിരിച്ചു വന്നു. കാരണം ഇറാന്റെ അങ്ങനൊരു റെജീമാണ് ഈ സംഭവം. എന്തുകൊണ്ടാണ് ഇറാൻ ഈ പ്രതിഷേധത്തെ അടിച്ചൊതുക്കാൻ രണ്ടും കൽപ്പിച്ച് മുന്നിൽ നിൽക്കുന്നതിന്റെ കാര്യം എന്താ? ഇതൊരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ്? കാരണം ഇറാനിലെ ഭരണകൂടം പോവുകയാണെങ്കിൽ, അവിടെ പുതിയൊരു ഭരണകൂടം, പുതിയ രീതിയിലുള്ള ജനാധിപത്യ വ്യവസ്ഥിതിയിൽ സംഭവങ്ങൾ വരികയാണെങ്കിൽ പഴയ റസ പല്ലവി ആ രീതിയിലായിരിക്കേയില്ല. എന്നേക്കുമായിട്ട് ഷിയ ഇസ്ലാമിക് സാധനങ്ങൾ പോകും. നിങ്ങൾക്കറിയാം, അറേബ്യൻ രാജ്യങ്ങളിലും പ്രത്യേകിച്ച് സൗദിയിലാണെങ്കിലും UAEയിലാണെങ്കിലും അവർ മോഡറേറ്റ് രീതിയിൽ പോവാണ്. വരാനുള്ള ചില വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഹാർഡ് കോർ ആയിട്ടുള്ള ഇസ്ലാം എന്ന് പറയുന്ന സാധനം ഇല്ലാതാകും. വഹാബികളും സലഫികളും അതേപോലെ തന്നെ അതിനെ പിന്തുണയ്ക്കുന്ന ഭരണകൂടങ്ങൾ അതെല്ലാം ചരിത്രപരമായിട്ട് ഇല്ലാതായി പോകും. ഗ്ലോബലായിട്ടുണ്ടായ മാറ്റങ്ങൾ തന്നെയാണ് ഈ സംഭവം. അതിൻ്റെ കാര്യം എന്താ? പല യൂറോപ്യൻ രാജ്യങ്ങളും ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്നു, അതിനകത്ത് പലതും മാറി. UK മാറിയില്ല, മാറിക്കൊണ്ടിരിക്കുന്നു. ജർമ്മനി മാറി, ജർമ്മനിയിലും മാറ്റമുണ്ട്. ക്രിസ്ത്യൻ ബിലീഫ്സിൽ നിന്ന് മാറി വേറെ മറ്റുള്ള പല ബിലീഫ്സിലോട്ട് പോകുന്നു. ഇന്ത്യയിൽ മാറ്റമില്ല, ഉറപ്പായിട്ടുമുണ്ട്. ആ മാറ്റത്തിനെതിരെയാണ് ഈ സംഘപരിവാർ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇതൊരു ഗ്ലോബൽ മാറ്റമാണ് നടക്കുന്നത്, ഇറാനിൽ നടക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇറാനിൽ ഓരോ പ്രതിഷേധവും സംഭവങ്ങളും മറ്റുള്ള രാജ്യങ്ങളുടെ സപ്പോർട്ടും ഒക്കെ നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇറാനിയൻ ഭരണകൂടത്തിന് ആര് സപ്പോർട്ട് ചെയ്യാത്തത്? ഇറാനിയൻ ഭരണകൂടം സപ്പോർട്ട് ചെയ്ത് ലോകത്തെ എത്ര രാജ്യങ്ങളിൽ ബോംബ് ബ്ലാസ്റ്റുകളും പരിപാടികളും ഇന്ത്യയിലുണ്ടായില്ലേ? ഇന്ത്യ ജൂയിഷ് എംബസിക്കെതിരെ ഉണ്ടായി.